PSC അംഗത്വം വാഗ്ദാനം ചെയ്തുള്ള കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിക്കൊപ്പം BJP നേതാവിന്റെ പങ്കാളിത്തവും പുറത്ത്. ആരോപണ വിധേയനായ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കായി പണം കൈപ്പറ്റിയത് BJPയുടെ ഈ പ്രാദേശിക നേതാവാണെന്നാണ് സൂചന പുറത്തുവരുന്നത്. അതിനിടെ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ടിന്റെ മൊഴി രേഖപ്പെടുത്തി. CPIM-നെ പ്രതിരോധത്തിലാക്കിയ PSC കോഴ വിവാദം രാഷ്ട്രീയ ആയുധമാക്കി നേട്ടം കൊയ്യാനുള്ള BJP ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പ്രാദേശിക BJP നേതാവിന്റെ പങ്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. തട്ടിപ്പിനിരയായ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും മുണ്ടിക്കൽ താഴത്തെ പ്രാദേശിക BJP നേതാവാണ് CPIM ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിക്ക് വേണ്ടി തുക കൈപ്പറ്റിയതെന്നാണ് വിവരം. 20 ലക്ഷം രൂപ ചെക്കായാണ് ദമ്പതികൾ BJP നേതാവിനെ ഏൽപ്പിച്ചതെന്നും പറയപ്പെടുന്നു. ഇത് പിന്നീട് പ്രമോദ് കോട്ടൂളിക്ക് നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് കോഴിക്കോടെത്തി മെഡിക്കൽ കോളേജ് ACPക്ക് മൊഴി നൽകി. ACP അരങ്ങത്ത് ഉമേഷാണ് മൊഴി രേഖപ്പെടുത്തിയത്. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം താൻ കൃത്യമായ മറുപടി നൽകിയെന്നും PSC കോഴയുമായി ബന്ധപ്പെട്ട തെളിവുകൾ CPIM-ന്റെ ഇരുമ്പുമറകൾക്കുള്ളിലാണ് ഉള്ളതെന്നും വൈശാൽ കല്ലാട്ട് പ്രതികരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. CPIM-ന്റെ നമുക്കറിയാമല്ലോ, ഇരുമ്പുമറയ്ക്കുള്ളിലാണ് ചില കാര്യങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇവിടുത്തെ കേരളം ഭരിക്കുന്ന ഈ കേരളത്തിലെ ഭരണത്തിന്റെ കാവലാളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഉത്തരവാദിത്തമാണ് ഇതിന്റെ മേലുള്ള കരിനിഴൽ ഇല്ലാതാക്കുക എന്നുള്ളത്. കാരണം PSC എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരളവ് കാണേണ്ട കാര്യമല്ലല്ലോ. ചില കാര്യങ്ങൾ ഞാൻ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പോലീസ് അക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി പരിശോധിക്കണം എന്ന കാര്യം ഞാൻ കൃത്യമായി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി തീരുമാനിക്കാൻ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 4 അംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി പരിശോധിച്ചായിരിക്കും പ്രമോദ് കോട്ടൂളിക്കെതിരെ സ്വീകരിക്കേണ്ട നടപടിയുടെ വ്യാപ്തി തീരുമാനിക്കുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.